ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LGS സ്റ്റേജ് 3 എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 10th ലെവൽ പ്രിലിംസ് LDCക്ക് വേണ്ടിയിട്ട് നമ്മൾ LDC 75 ഹോട്ട് ടോപ്പിക്സ് എന്ന ലെവലിൽ ഏകദേശം ഒരു 30ഓളം ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് ക്വസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 75 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇന്നത്തെ LGSന്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ എന്താണ് ഏകദേശം ഒരു 8-10ഓളം ചോദ്യങ്ങൾ മാത്രമാണ് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു LGS എക്സാമിന് PSC ചോദിക്കേണ്ടത് അതേപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ എക്സാമിന് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒരു അനലൈസും അതേപോലെ തന്നെ എത്രയായിരിക്കാം കട്ട് ഓഫ് വരുന്നത് ഈ 3 ജില്ലകളിലെയും എന്നതാണ് ഇന്നത്തെ വീഡിയോ മൊത്തമായി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനലും ഒന്ന് സബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് B ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് B എടുത്ത് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നന്നായിട്ട് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഓരോ ചോദ്യങ്ങളും വന്നത്. അതുകൊണ്ട് തന്നെ കൂൾ ഓഫ് മൈൻഡിൽ നിന്ന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉത്തരത്തിലേക്ക് എത്താനും വളരെ നിഷ്പ്രയാസം തന്നെ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ചോദ്യം, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇതും കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് സ്റ്റേജ് 2 എക്സാം 4 ഓപ്ഷൻ ഉൾപ്പെടെ പഠിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഉത്തരത്തിലേക്കും എത്താൻ പറ്റും. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന എന്താണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അത് ദാദാഭായ് നവറോജി ആയിരുന്നു. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം അതിന്റെ കൂടെ തന്നെ കണക്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, അതേപോലെ തന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും സിമ്പിൾ ആയിട്ട് കിട്ടും. ദത്തവകാശ നിരോധന നിയമം, അതും എന്താണ് നല്ലൊരു ചോദ്യമായിരുന്നു. LGSന് എന്താണോ ചോദിക്കേണ്ടത് അങ്ങനെ തന്നെ ചോദിച്ചൊരു ചോദ്യം. അതേപോലെ തന്നെ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന, അവിടെ ഒന്നും ഒരു പരിക്കും ഉദ്യോഗാർത്ഥിക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്, എല്ലാം ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒക്കെ പോകുന്നത്. അതേപോലെ ഇങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നീട് വരുന്നതെന്ന് പറയുന്നത് ഇതിന്റെ അകത്തേക്ക് കുറച്ച് മാറിക്കഴിയുമ്പോൾ വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴാണ്. അതായത് ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. പിന്നെ ഇവിടെ 17ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യയിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഓപ്പറേഷൻ അജയ് ആണോ അതേപോലെ തന്നെ അഭയ് ആണോ, അങ്ങനെയൊക്കെ ഈ ഒരു 2 ഓപ്ഷൻ അല്ലാതെ അതും സിമ്പിൾ ആയിട്ട് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നതിലേക്ക് എത്താനായിട്ട് പറ്റും. അവിടെയും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അതേപോലെ തന്നെ ഈ G20 കൂട്ടായ്മ ഉൾപ്പെടാത്ത രാജ്യം ഏതാന്നുള്ളത്, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം, അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിലേക്ക് എത്തിയേക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷനിൽ എന്താണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ ഒരു കൺഫ്യൂഷനിലേക്ക് വരാവുന്ന ഒരു ചോദ്യമാണ് ഈ G20. അതേപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ, എന്തായാലും ഇതിന്റെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും ഓപ്പറേഷൻ അജയിൽ കൊണ്ടുപോയി എത്താൻ പറ്റും. പിന്നെ വന്നൊരു ചോദ്യമാണ് ഇത്, പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹ്യനീതി തുല്യാധിഷ്ഠിത വളർച്ച ഈ ഉദ്ദേശത്തോടെ തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. നിങ്ങൾക്ക് നിലവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാൻ പാടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക. അങ്ങനെയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മിക്കപ്പോഴും നമ്മൾ എന്താണ് ഈ പറയുന്ന ഗരീബി ഹട്ടാവോ, ഇന്ദിരാഗാന്ധി ദാരിദ്ര്യം തുടച്ചു നീക്കുക, 5ാം പഞ്ചവത്സര പദ്ധതി, അതാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഈ പറയുന്ന ലെവലിലേക്ക് ഒരു സംഭവം അതിൻ്റെ അകത്ത് വരാത്തതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷനിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ചോദ്യം കുറച്ച് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിലൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്, ഇവിടെയും എന്താണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ചോദ്യം എന്താണ്, ഇങ്ങനെ ഈ 3 ചോദ്യം ഇത്തിരി ടഫായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നാം. ഇനി സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളിയിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളത്. ഇതിന്റെ അകത്തും ചിലപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു കൺഫ്യൂസിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവിടെ ഒന്നും നമുക്കൊരു പ്രശ്നങ്ങളും പിന്നെ വരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്,
പെർഫോം ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ ഈ ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ചത് ഏതാന്നുള്ളത്. ഇത് വേണമെങ്കിൽ ചോട്ടാ നാഗ്പൂർ, മാൾവ, കച്ച് ഇത് എലിമിനേറ്റ് ചെയ്ത് ഡെക്കാനിലേക്ക് എത്താൻ പറ്റും. പക്ഷെ എന്താണ് നിലവിലൊന്ന് കൺഫ്യൂസിങ് ഇവിടെ അടിക്കും. അപ്പൊ എന്താണ് ഒരു 5 ചോദ്യമായി നിലവില്. പിന്നെ ബാക്കിയെല്ലാം എന്താണ് ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താണ് നിലവിൽ നമ്മുടെ സ്റ്റോക്കായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തേക്കണത് ചോദിച്ചു പോന്നേക്കണത്. അപ്പൊ എന്താണ് പിന്നെ വരുന്നത് ഇവിടെ കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഇവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ എന്താണ് 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു G20 വന്നു കഴിയുമ്പോൾ എന്താണ് ഇവിടെയും ചെറിയ ഒരു പ്രശ്നം ഇവിടെ എന്താണ് കൺഫ്യൂസിങ്ങിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ ലക്ഷദ്വീപിൽ ആരംഭിച്ച സ്വകാര്യ ബാങ്ക് ഏതാണ്? അതും ചെറിയൊരു കൺഫ്യൂസിങ് വരും. അപ്പോൾ ഒരു 7 ചോദ്യമായി നിലവിൽ കുറച്ച് ടഫായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ ത്രോ 89 പോയിന്റ് എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയ പ്രതിസന്ധികൾ അതിജീവിച്ച് ഒളിമ്പിക്സ് എത്തിയ ഒരു പാകിസ്ഥാൻ താരം ആരാണ് അദ്ദേഹം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു എന്താണ് ഈ പറയുന്ന എന്താണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം പേര് തിരഞ്ഞെടുക്കുന്ന ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനിലെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെയും ഒരു കൺഫ്യൂസിങ് ഉണ്ടാവും. അപ്പൊ നിലവിൽ 6 ചോദ്യമായി നമുക്ക് എന്ത് കുറച്ച് എന്താണ് അറിയാൻ പാടില്ലാത്തൊരു ചോദ്യം. അതേപോലെ ലോക നാട്ടറിവ് ദിനം, ഇതും എന്താണ് നിലവിൽ പെട്ടെന്നൊന്നും എന്താണ് ഈ ഒരു സംഭവം കേൾക്കാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവിടെയും ഇവന് എന്ത് ചെയ്യും, ഒരു കൺഫ്യൂസിങ് അടിക്കും. അപ്പോൾ ഒരു 6 ചോദ്യം നിലവിൽ എന്തായി നമ്മുടെ കുറച്ച് എന്താണ് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ചോദ്യമായി. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഇവിടെയും എന്താണ് കൺഫ്യൂസിങ് ഉണ്ട്. 7. അതേപോലെ തന്നെ 2024 മികച്ച സിനിമ 96ാം ഓസ്കാർ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറാണ് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞു പോയതുകൊണ്ട് ഇവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബാലസാഹിത്യ പുരസ്കാരം അർഹനായ ഉണ്ണി അമ്പലത്തിന്റെ കൃതി ഏതാണ്? ഈ ഒരു ചോദ്യം കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അവിടെ 7 എണ്ണമായി. അതേപോലെ തന്നെ 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ, അവിടെ ഒന്നും പ്രശ്നം വരുന്നില്ല. കാരണം നമ്മൾ റീസെന്റ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ നമുക്ക് കിട്ടും. ഇതും എന്താണ് നിലവിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം എന്താണ് സൂര്യപ്രകാശത്തിൽ ഏത് വിളിയുടെ സങ്കരമിനമാണ്? സൽകീർത്തി. ചിലപ്പോൾ കിട്ടാത്തൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ സൽകീർത്തി എന്നുള്ളത് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓപ്ഷനിൽ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു കൺഫ്യൂസിങ്ങിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഒരു എന്താണ് 8 ചോദ്യമായി. അതേപോലെ എന്താണ് പിന്നെ ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നല്ലൊരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നു. പിന്നെ എന്താണ് ഈ പറയുന്ന HIV ബാധിതരുടെ ടെസ്റ്റിനും കൗൺസിലിനുമായിട്ട് ഈ ഒരു ചോദ്യം ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യം അങ്ങനെ 9 ചോദ്യങ്ങൾ നമുക്ക് എന്താക്കാം നിലവില് അത്യാവശ്യം. പിന്നെ കേന്ദ്ര ആരോഗ്യം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തെറ്റിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. ബ്രിട്ടനിൽ നടത്തിയ രക്തഗ്രൂപ്പ് നൽകിയിരുന്ന പേരെന്താണ്? ഇതും എന്താണ് നിലവിൽ ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ 2 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 10 ചോദ്യങ്ങളാണ് നിലവിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത് GK വിഭാഗത്തിൽ. അതായത് 80 ചോദ്യം അറ്റൻഡ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് 10 ചോദ്യങ്ങളാണ് നിലവിൽ ഏറ്റവും ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. 70 ചോദ്യങ്ങൾ നമുക്ക് എന്തുണ്ട് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന 70 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ 10 ചോദ്യങ്ങൾ നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന 70 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 70 മാർക്ക് അല്ലെങ്കിൽ ഒരു 65 to 70 മാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന GK വിഭാഗത്തിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന ബാക്കി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാത്സ് എടുത്തു നോക്കുകയാണെങ്കിൽ മാത്സിൻ്റെ അകത്ത് ഒരു 15 മാർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് നിലവിൽ കിട്ടുന്നതാണ്. നിലവിൽ ഒരു ചോദ്യം ഇതിൻ്റെ അകത്തും എന്താണ് ഈ പറയുന്ന തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. അതേപോലെ നടുവിലത്തെ സംഖ്യ ഏതാണ്? 510 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്താണ് നിലവിൽ നമുക്ക് 102 ആണ് ആൻസറിലേക്ക് വരേണ്ടത്. പക്ഷെ ഇവിടെ ആ ഒരു എന്താണ് ഓപ്ഷനിൽ ആ ഒരു ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ 99 ആയി നിലവിൽ നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 99 ചോദ്യങ്ങളും അതേപോലെ തന്നെ ഈ പറയുന്ന 10 ചോദ്യങ്ങളോളം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന ഇച്ചിരി അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ജില്ലകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല ലെവലിൽ എന്താണ് പെർഫോം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയായിരുന്നു.
അതേപോലെ തന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം, അതേപോലെ തന്നെ LGSന്റെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം വ്യക്തമായി 4 ഓപ്ഷനുകൾ കൂടി പഠിച്ചു പോയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് നല്ല ലെവലിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ തിരുവനന്തപുരത്തിന് നമുക്ക് ഏകദേശം ഒരു 1200 പേരുടെ ലിസ്റ്റ് ഇടുകയാണെങ്കിൽ, ഞാനിതൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് അത്രയും കട്ട് ഓഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ എന്താണ് ഈ പറയുന്ന തിരുവനന്തപുരത്തിന് നമുക്ക് ആ ഒരു ലെവലിലേക്ക്, അതായത് ഒരു 1200 പേരുടെ ലിസ്റ്റ് ഇടുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ 1100 പേരൊക്കെയാണ് അവർ ഉൾക്കൊള്ളിച്ചത്. ഈ പ്രാവശ്യവും നമുക്ക് ഏകദേശം ഒരു 1200 പേരുടെ ലിസ്റ്റ് നമുക്ക് തിരുവനന്തപുരത്തിന് ഇടുകയാണെങ്കിൽ അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു 74-76 ആ ഒരു ലെവലിലേക്ക് നമുക്ക് കട്ട് ഓഫ് പോവാം. അപ്പോൾ ഇത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഈ 74-76 എന്ന് പറയുന്നത്. കാരണം എന്താണ്, നിലവിലൊരു ചോദ്യം നമുക്ക് എന്താണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നില്ല. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അത്യാവശ്യം ഒരു 10 ചോദ്യങ്ങൾ, നല്ല ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ, അത്യാവശ്യം ഒരു LD ലെവലിലേക്കൊക്കെ വേണമെങ്കിൽ വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ 74-76 ഈ പറയുന്ന നമ്മുടെ ഏതിലേക്ക് വരുന്നതാണ് ഈ പറയുന്ന തിരുവനന്തപുരത്തിന്. അതേപോലെ തന്നെ എന്താണ് ഏകദേശം ഒരു 1000 പേരുടെ ലിസ്റ്റ്, ഇപ്പോൾ 1000 പേരുടെ ലിസ്റ്റ് നമുക്ക് ഇടുകയാണെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്താക്കാം, ഒരു 70-72 കട്ട് ഓഫ് വരാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെറും 600 അല്ലെങ്കിൽ 700 പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു എന്താണ് 1000 പേരുടെ ലിസ്റ്റ് ഇട്ടെങ്കിൽ 70-72 കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. ഇനി ഇത് വന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക്, കാരണം നമുക്ക് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു കട്ട് ഓഫിലേക്കെങ്കിലും എത്തി എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരെയും എന്താണ് ചിലപ്പോൾ ഇതിൽ കുറവോ കൂടുതലോ എന്ത് വന്നേക്കാം. പക്ഷെ എന്താണ് ഏകദേശം ഒരു 70-72 നമുക്ക് തൃശ്ശൂർ. അതേപോലെ തന്നെ കോട്ടയം ആണെങ്കിലോ, കോട്ടയത്തിൻ്റെ അകത്ത് നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 68-70 ആ ഒരു ലെവലിൽ കട്ട് ഓഫിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലിസ്റ്റ് ഇടുന്നതിൻ്റെ പോലെ ഇരിക്കും. കാരണം ഈ പറയുന്ന നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ, കോട്ടയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1000 പേരുടെ ഇങ്ങനെ ലിസ്റ്റ് ഇട്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ലെവലിലേക്ക് വരുള്ളൂ. ലിസ്റ്റിന്റെ എണ്ണം വീണ്ടും കുറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് എന്ത് ചെയ്യും, ഈ പറയുന്ന 70 മുകളിലേക്കുള്ള കട്ട് ഓഫിലേക്ക് എവിടെ പോകും, കോട്ടയം പോകും. കാരണം 1000 പേര് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം നമുക്ക് വന്നതെന്ന് പറയുന്നത് 500-ന് താഴെയുള്ള സംഭവമാണ് വന്നത്. ഇനി അതിൽ കൂടുതലേക്കുള്ള ഒരു എന്താണ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന കട്ട് ഓഫ് അതിന് മുകളിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്താണ് ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിലും 1200 പേരെയെങ്കിലും ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചെങ്കിലാണ് ഈ പറയുന്ന 74-76 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിലും കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന 75-ന് മുകളിലേക്കുള്ള ഒരു കട്ട് ഓഫ് എന്ത് ചെയ്യും, ലിസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാലോ, കാരണം PSC ഇപ്പോൾ ഇടുന്ന ലിസ്റ്റുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ഒരു എക്സാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും എന്താണ് നിലവിലെ LGS എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വന്നത്. അതിപ്പോൾ LDC എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് സ്റ്റേജിന് വന്ന ഒരു എക്സാം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് തികച്ചും എന്താണ് രണ്ടാമത്തെ സ്റ്റേജിൽ വന്നപ്പോൾ കൊല്ലം കണ്ണൂരിന് എന്താണ് വട്ടം ചുറ്റിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് സംഭവിക്കാം. അതായത് ഈ പറയുന്ന എന്താണ് കട്ട് ഓഫിലിന് എന്താണ് കൂടാം കുറയാം, രണ്ടും സംഭവിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്. അതേപോലെ തന്നെ ഇത്രയൊക്കെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നിന്ന് എന്തൊക്കെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു സ്വപ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രമം അവിടെ നിർത്തി പോകരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ പറയുന്ന ഈ എന്താണ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 65 മാർക്കിന് മുകളിലേക്ക് അല്ലെങ്കിൽ 65-60 മാർക്കൊക്കെ വാങ്ങുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടാണ് ആ ഒരു മാർക്കിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത് വരുന്ന എക്സാമുകളൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും. കാരണം LDCയുടെ പല ജില്ലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിലെ മെസ്സേജസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്താണ് LDC കിട്ടും അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ എന്താണ് നിലവിലത്തെ ആ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ചൊക്കെ കുറയും. അപ്പോഴും എന്താണ് ഇനി വരാനിരിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പോവുക. എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, കുറേ കാര്യങ്ങൾ പഠിച്ചതിൽ ഒരു കാര്യമില്ല. പഠിച്ചതൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് റിവിഷൻ ചെയ്ത് പോകാൻ പറ്റിയെങ്കിൽ മാത്രമാണ്
ഓപ്ഷനിൽ നിന്ന് നമുക്ക് യഥാർത്ഥമായ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. PDF നോട്ട് ഉൾപ്പെടെ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10th ലെവൽ മുതൽ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസിന് വരെയുള്ള എക്സാമുകൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ ആ ക്ലാസ് ഒന്ന് കണ്ട് നോക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് PDF നോട്ടും അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾ നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ പറയുന്ന 3 ജില്ലകളിലും നിലവിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്ന മാർക്ക്, ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.